ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർ VC-യെ വിളിച്ചു വരുത്തി യൂണിവേഴ്സിറ്റി ഭരണം, സർവകലാശാല ഭരണം തികഞ്ഞ പരാജയമാണെന്ന് ഗവർണർ VC MK ജയരാജനെ അറിയിച്ചു. VC-യോട് വിശദീകരണം ഉടൻ നൽകാൻ ചാൻസലർ ആവശ്യപ്പെട്ടു. ഗവർണർ VC കൂടിക്കാഴ്ച തുടരുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഏറ്റവും പുതിയ വിവരം, വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി തന്റെ അതൃപ്തി ഗവർണർ അറിയിച്ചിരിക്കുന്നു എന്ന വിവരം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. മാത്രമല്ല, സർവകലാശാല ഭരണം തികഞ്ഞ പരാജയമാണെന്ന് വൈസ് ചാൻസലർ MK ജയരാജനെ ഗവർണർ അറിയിച്ചതായും വിവരങ്ങൾ വരുന്നു. ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത് ദീപക് ദർപ്പണമാണ്. വിവരങ്ങളുമായി ദീപക് ദർപ്പണം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദീപക്, VC-യുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണോ? സർവകലാശാല ഭരണം പരാജയമാണെന്ന് VC-യെ ചാൻസലർ അറിയിക്കാനിടയായ സാഹചര്യം എന്താണ്? അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള അതൃപ്തിയാണ് സർവകലാശാല ഭരണത്തിലുള്ളത്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, നമുക്ക് ലഭ്യമാകുന്ന വിവരം രണ്ടാണ്. ഒന്ന്, VC-യെ വിളിച്ചു വരുത്തി കൃത്യമായ അതൃപ്തി അറിയിച്ചുകൊണ്ട് ക്ഷുഭിതനായി അടിയന്തരമായി തന്നെ വിശദീകരണം നൽകണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങൾ, ഇതിനെല്ലാം ഉത്തരവാദി ആരാണ് എന്ന് ഗവർണർ വൈസ് ചാൻസലർ ഡോക്ടർ ജയരാജനോട് ചോദിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കൂടിക്കാഴ്ച കഴിഞ്ഞു. ഇവർ 2 മുറികളിലേക്കായി മാറിക്കഴിഞ്ഞു. ഗസ്റ്റ് ഹൗസിൻ്റെ 2ാം നിലയിലേക്ക് വൈസ് ചാൻസലർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു മുറിയിലേക്ക് മാറി. കൂടിക്കാഴ്ച പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച്. കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കും. വൈസ് ചാൻസലർക്കെതിരെ, ഡോക്ടർ ജയരാജനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഗവർണർ തുടക്കത്തിൽ തന്നെ SFI കെട്ടിയ ബാനർ അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് അത് ചെയ്യാത്തതിന് അദ്ദേഹം വൈകുന്നേരം പുറത്ത് നടക്കാനിറങ്ങിയപ്പോൾ ആ ബാനർ കണ്ടപ്പോൾ മലപ്പുറം SP-യെ വിളിച്ചു വരുത്തി അദ്ദേഹം ശാസിച്ചു. മാത്രമല്ല, ഇനി ഈ ബാനർ അഴിച്ചു മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങളായിരിക്കും, ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിടും, അതിന് നിങ്ങൾ 2-3 മാസം നടക്കേണ്ടി വരും എന്ന് പറഞ്ഞതായി അറിയുന്നു. അതിനുശേഷം വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് സർവകലാശാല ഭരണം തികഞ്ഞ പരാജയമാണെന്ന് VC MK ജയരാജനോട് പറയുകയാണല്ലോ. എവിടെയാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത്? എവിടെയാണ് സർവകലാശാല ഭരണം പരാജയമാണെന്ന് ചാൻസലർ വൈസ് ചാൻസലറോട് പറയാനിടയായ സാഹചര്യം? ഗോപി, ഇതിൽ വളരെ കൃത്യമായി ഗവർണർ പറയുന്നത് തൻ്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ, ചാൻസലറായ താൻ നൽകിയ നിർദ്ദേശം നടപ്പിലാക്കാൻ വൈസ് ചാൻസലറായ താങ്കൾ തയ്യാറായില്ല. താങ്കൾ തൻ്റെ നിർദ്ദേശത്തെ ധിക്കരിച്ചു. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് പാലിക്കാൻ പറ്റാത്ത താങ്കൾ ഒരു പരാജയമാണ്, ഭരണപരമായ പരാജയമാണ് എന്നുള്ള നിലയിൽ ഗവർണർ ക്ഷുഭിതനായി സംസാരിച്ചു എന്നുള്ളതാണ്. ഗവർണർ ചാൻസലർ എന്ന നിലയിൽ നൽകിയ നിർദ്ദേശം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് SFI വലിച്ചു കെട്ടിയ ആ ബാനറുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ചാണോ? ആ നിർദ്ദേശത്തെ കുറിച്ചാണോ? അതുതന്നെയാണ്. അതിൻ്റെ പേരിൽ ഒരു കടുത്ത നടപടിയിലേക്ക്, വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള വിശദമായ റിപ്പോർട്ട് രാജ്ഭവൻ തന്നെ തേടിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. അതായത് നേരത്തെ ഗോപി പറഞ്ഞതുപോലെ മലപ്പുറം SP S ശശിധരനെ പരസ്യമായി തന്നെ അദ്ദേഹം താക്കീത് നൽകുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മലപ്പുറം SP അവിടുന്ന് S ശശിധരൻ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. SFI-യുടെ പ്രതിഷേധമുണ്ടാകുന്നു. എന്നാൽ ഇതല്ലാതെ നേരിട്ട് തൻ്റെ നിയന്ത്രണത്തിലുള്ള, തൻ്റെ കീഴിലുള്ള വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തുന്നു. വൈസ് ചാൻസലറോട് അതിരൂക്ഷമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും മാത്രവുമല്ല ഇതിൽ കൃത്യമായ വിശദീകരണം അടിയന്തരമായി ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ദീപക്, എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഗവർണർ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നതല്ലേ? കാരണം ഗവർണർ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹത്തെ SFI പ്രവർത്തകർ അദ്ദേഹത്തെ പ്രതിഷേധമറിയിച്ച് വാഹനം തടഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ്, പോലീസിന്റെ വാഹനത്തിലാണ് പ്രതിഷേധക്കാർ വന്നതെന്നാണ്. ഇപ്പോൾ അദ്ദേഹം SFI-യുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് ചാൻസലർ എന്ന നിലയിൽ കടക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഒരു ജംഗിൾ രാജാണ്, കാട്ടുനീതി നടപ്പാക്കപ്പെടുന്ന ഇടമാണ് കേരളം എന്ന് പരസ്യമായി പ്രതികരിച്ച ഗവർണറെ നമ്മൾ കണ്ടു. കേരളത്തിലെ ക്രമസമാധാന നില പ്രതിസന്ധിയിലാണ്, അത് തകരാറിലായിരിക്കുന്നു എന്ന നിലയിൽ ഗവർണർ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള സാധ്യതകളെ നമ്മൾ കാണേണ്ടതുണ്ടോ ഈ മണിക്കൂറിൽ? അങ്ങനെ തന്നെ കാണേണ്ടി വരും ഗോപികൃഷ്ണൻ. കാരണം ഒന്ന്, രാജ്ഭവൻ ഇറക്കിയ വാർത്താക്കുറിപ്പും ഗവർണർ VC-യോട് സംസാരിച്ചതായി നമുക്ക് ലഭ്യമാവുന്ന വിവരവും കൂട്ടി വായിക്കുമ്പോൾ വളരെ കൃത്യമായി ഇവിടെ ഒരു ഭരണഘടനാ തകർച്ചയുണ്ടായി എന്നുള്ളത് ഗവർണർ സ്ഥാപിച്ചെടുക്കുന്നു എന്ന് വേണം നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ. കാരണം ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് വൈസ് ചാൻസലർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു. നാളെ തന്നെ രാജ്ഭവൻ അല്ലെങ്കിൽ ചാൻസലർ എന്ന പദവിയിൽ ഗവർണർ അതിന് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനുവേണ്ടിയുള്ള
പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കൽ, റിപ്പോർട്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാജ്ഭവൻ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അത്തരമൊരു ഉത്തരവിലേക്ക് പോകാത്തത്. നാളെ തന്നെ ഉത്തരവ് ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കാരണം തൻ്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ തനിക്ക് കീഴിലുള്ള VC തയ്യാറായില്ല. അതൊരു ധിക്കാരമാണ്, അതിലൊരു ഭരണപരാജയം, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻ നടപ്പിലാക്കുന്നതിലുള്ള ഫെയിലിയർ. ഈ കാര്യങ്ങൾ കൃത്യമായി VCയോട് പറഞ്ഞിരിക്കുന്നു. ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഇതിനനുസൃതമായ റിപ്പോർട്ട് രാജ്ഭവനിൽ തയ്യാറാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. വൈസ് ചാൻസലർക്കെതിരെ ഈ പോസ്റ്റർ ഫ്ലക്സ് മാറ്റാത്തതിൻ്റെ പേരിൽ കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടന്നേക്കുമെന്നുള്ളതാണ്. ഗോപി, ഒരു വിദ്യാർത്ഥി സമരം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു വലിയ രീതിയിലുള്ള തലത്തിലേക്ക് മാറ്റുക തന്നെയാണ് ഗവർണർ ലക്ഷ്യമിടുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ സർക്കാർ ഈ വിഷയത്തെ വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടോ? മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലാണ് ഇന്ന് ഗവർണറുടെ പ്രതികരണങ്ങളോട് മറുപടി പറഞ്ഞത്. മന്ത്രിമാർ ഒന്നൊന്നായി ഗവർണറെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടു. പ്രായം നോക്കുന്നില്ല, അദ്ദേഹത്തിന് ഈ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ സഭ തീരുമാനിച്ചിട്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഗവർണർ, SFIക്കാരെ പുലഭ്യം പറയുന്ന ഭരണഘടനാ പദവിയുടെ അന്തസ്സ് മറന്നയാൾ എന്നിങ്ങനെ ഗവർണറെ വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെയുള്ള എതിർപ്പും പ്രതിഷേധവും ഒക്കെ അറിയിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ വാക്കുകൾ. ഇന്നിപ്പോൾ SFIയുമായി നേരിട്ട് തെരുവിൽ ഏറ്റുമുട്ടാൻ ഗവർണർ തുനിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി അവതരിപ്പിക്കാൻ ഗവർണർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ വളരെ വളരെ കരുതലോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിതെന്ന് നമ്മൾ കരുതണോ? അങ്ങനെ തന്നെ കരുതണം. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇതിൽ രാഷ്ട്രീയമായ പ്രചരണം കൃത്യമായി പറഞ്ഞു പോവുകയും എന്നാൽ മറ്റൊരു ക്രമസമാധാന പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം എടുക്കുമെന്ന വിവരമാണ്, അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് നമ്മൾ ലഭിക്കുന്നത്. കാരണം വിദ്യാർത്ഥി പ്രതിഷേധം മുദ്രാവാക്യത്തിൽ, പോസ്റ്ററുകളിൽ മാത്രം ഒതുങ്ങുകയും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ക്രമീകരണം നമുക്കത് ആർഷോയുടെയും അല്ലെങ്കിൽ SFI നേതാക്കളുടെയും അവിടെ നിന്നുള്ള പ്രതികരണത്തിൽ പരമാവധി VCക്ക് നേരെ ഉണ്ടാക്കുക, എന്നാൽ അക്രമ സമരത്തിലേക്ക് മാറാതിരിക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ ഗവർണറെ കൂടുതൽ തുറന്നു കാണിക്കുക, പ്രത്യേകിച്ചും സഭ പാസ്സാക്കിയിട്ടും ഒരു ബില്ലൊപ്പിടാത്തതിൻ്റെ ബലത്തിൽ ചാൻസലറായി തുടരുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ഇനിയൊരു അനുരഞ്ജനത്തിന് ഗവർണറോട് ഈ സർക്കാർ തയ്യാറല്ല എന്നുള്ള സന്ദേശം നൽകൽ തന്നെയാണ്. പക്ഷേ എന്നാൽ ഗവർണർ വിട്ടുകൊടുക്കില്ല.